ಅಷ್ಟು ದೊಡ್ಡ ಅಪರಾಧಿನ ಬಿಡಿಸೋದು സമയം എടുത്താ കാണിക്കുന്നത്. ಈಗ ಹುಳ ಬರ್ತಾವ್ರೆ. ഫ്രെയിംസ് ഫ്രെയിംസ് ಯಾರೇ ಅವನು? ഹായ് ചാൻസിന്റെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്വന്തം ഡി ബോസിന്റെ മോസ്റ്റ് അവൈറ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് കാട്ടേര. കാട്ടേരയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇന്നായിരുന്നു ആ ഒരു ട്രെയിലർ ലോഞ്ച് ഇവന്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു കറക്റ്റ് ടൈം ഒന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു റാൻഡം ടൈമിലാണ് വന്നത്. കാരണം അത് മാത്രമല്ല, ഇവന്റ് തുടങ്ങും നമ്മളിങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു, ലൈവ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ലേറ്റ് ആയിരുന്നു തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കണം ട്രെയിലർ ലേറ്റ് ആയത്. അപ്പൊ നമുക്ക് നേരെ ട്രെയിലറിലോട്ട് പോകാം. കാരണം ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ആ ഒരു പേരും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രതീക്ഷ. രക്ഷയില്ലാസാണ്, പ്രത്യേകിച്ച് തമിഴിൽ തന്നെ അല്ലെ, മാസല്ലേ ആ ഒരു പവർ കാണുന്നുണ്ട്. ബോസിന്റെ ഫുൾ പവറാ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു പോസ് ഇല്ലേ റോബോട്ടിന്റെ അകത്തും ഉണ്ട് ഈ ഒരു പോസ് അല്ലെ. നമ്മൾ എന്തായാലും തരുൺ കിഷോർ സുധീർ ഒരിക്കലും നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല. തുടങ്ങിയാലോ? റെഡി റെഡി. skeleton. Oh. സമയത്താണ് കാണിക്കുന്നത്. ഫ്രെയിംസ് ഫ്രെയിംസ് ബിൽഡപ്പില് അല്ലേ, മാക്സിമം ബിൽഡപ്പിലാണ്. ദേവസ്ഥാനം. ഓ ഡയലോഗ് ഡെലിവറി. കമേഴ്ഷ്യൽ എലമെന്റ്സ് അല്ലേ, അല്ലാണ്ട് ജഗപതി. കൊറേ സംഭവം കാണിക്കുന്നത്. ഓ എല്ലാം ഉണ്ട് കേട്ടോ. ഉണ്ട് ഉണ്ട് അല്ലേ, പറ്റുന്ന നല്ല ഗ്യാരണ്ടി, ഗംഭീര തല്ലുണ്ട്. സംഭവത്തിന് ശേഷമല്ല. പൊളി പൊളി ബീജം അവസാനത്തോട്ട്. എന്തായിരുന്നു ദൂരത്തുനിന്നൊരു ഷോട്ട് അല്ലേ? അതാരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല, കണ്ടപ്പോ മനസ്സിലായില്ല. ഡി ബോസ് പ്രായമായിട്ടാണോ കാണിക്കണേ? അതാണോ കുറെ വർഷങ്ങൾക്ക് ശേഷം? കാരണം ഇത് കുറച്ച് പഴയ കഥയാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അതായിരിക്കും. അത് മാത്രമല്ല ബേസ്ഡ് ഓൺ റിയൽ ഇൻസിഡന്റ് ആണ്.
അപ്പം ആ ഒരു സംഭവം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്, ട്രൂ ഇൻസിഡന്റ് എന്നുള്ള കാര്യം പറഞ്ഞത്. ഫുൾ ആയിട്ടല്ല, എനിക്കൊന്ന് സിനിമാറ്റിക് സംഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ത്രെഡ് സംഭവങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മൾ ആസ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡി ബോസിനെ നന്നായിട്ട് ഈ പടത്തിൽ കാണിക്കും എന്നുള്ളതിന് കുറെ റെഫറൻസ് അവർ ട്രെയിലറിൽ തന്നെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാ കാണാൻ ഇഷ്ടപ്പെടുന്നത് അതിന്റെ അതേ പെർഫെക്ഷനിൽ തന്നെ ഓരോ സംഭവങ്ങളും ബേസിലി നമുക്ക് ഡയറക്ടറിനെ അറിയാലോ ആരാന്നുള്ളത്. തരുൺ കിഷോർ സുധീർ ആ ഒരു കമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ തല്ല് ഗ്യാരണ്ടി അല്ലെ, അത് ഷുവർ ആണ്. സിനിമയുടെ അകത്ത് മാസ് എലമെന്റ്സ് എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട്. അതിന്റെ കൂടെ ആ ഒരു സോങ്ങും സംഭവങ്ങളൊക്കെ ഓൾറെഡി ഇറങ്ങിയ സോങ്ങുകളൊക്കെ പൊളിയായിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ ആ ഒരു വരുന്ന സമയത്ത് BGM ഇല്ലേ അല്ലെ, എനിക്ക് തോന്നുന്നു ചിലപ്പോ അതന്നെ ആയിരിക്കും കേട്ടോ, പ്രായമുള്ള ലുക്കിന്റെ ആയിരിക്കും കാണിക്കുന്നത്. എനിക്ക് ഏകദേശം എന്താ റോബർട്ടിലെ ആ രാവണ സീൻ ഇല്ലേ, ആ രാവണ സീന്റെ ഒരു ഗോസ്റ്റിഫിക്കേഷൻ സംഭവം പോലെ ഉണ്ടായിരുന്നു ചില സൈഡിലൊക്കെ. അതായത് എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള ഒരു രംഗമാണ് ആ രാവണ സീൻ. അതിന്റെ കുറെ റെഫറൻസ് എവിടേക്കോ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഭയങ്കര മാസ് ഫോമിലാണ് കാണിക്കുന്നത് അല്ലെ. അതിന്റെ കൂടെ തന്നെ നല്ലൊരു സ്റ്റോറിയും കൂടി ഉള്ള പോലെ കാണിക്കും. കാരണം എന്താ അറിയോ, വെറുതെ ഒരു മാസ് പടം അല്ല. കാരണം വെച്ചാൽ ആ ഒരു സ്റ്റോറി സംഭവം ഇല്ലേ, ഇടയ്ക്കൊരു ഇമോഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുകൂടെ അവസാനം അടിയെ കൊണ്ടിട്ട് ആ ചോര വരുന്ന സ്ഥലത്തൊക്കെ ഏകദേശം കാണിക്കുമ്പോൾ കുറച്ചൊരു സ്റ്റോറി ബേസും കൂടിയാണ്. വെറുതെ ഒരു മാസ് നമ്മളെ ക്രാന്തി പോലെ, ക്രാന്തിന്റെ അകത്ത് ആ ഒരു കഥയില്ലേ, വേറൊരു കഥയാണല്ലോ വരുന്നത്. ഇതിന്റെ അകത്ത് അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി റോബർട്ട് സ്റ്റൈലിൽ തന്നെ അത്യാവശ്യം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ഉണ്ട് സംഭവം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും നേരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു എപ്പോ വരും എന്നുള്ളത്. അപ്പൊ എന്തായാലും ഫൈനലി വന്നു. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വിട്ടു തന്നിട്ടില്ല ട്രെയിലറിൽ. അതായത് അദ്ദേഹത്തിന് കാണിക്കണം, എന്തൊക്കെ കാണിക്കണം അത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഓവറായിട്ട് കുറെ സംഭവങ്ങൾ എടുത്തിടുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു മാസ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ് കാട്ടേര, നമ്മുടെ സ്വന്തം ഡി ബോസിന്റെ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതുപോലെ നല്ല വീഡിയോസ് ആയിരുന്നാണ് വരുന്നതായിരിക്കും.